അത് ശരിയാണല്ലോ ഏട്ടാ, ഇത് മൊത്തം കരിമ്പനാണല്ലോ. വെണ്ടയ്ക്കുണ്ടോ? വെണ്ടയ്ക്കുണ്ട് എടുത്തത് ഇത്ര ശരിയാക്കി തരാം. അപ്പോൾ നമ്മുടെ വിഷ്ണു ചേട്ടൻ വെണ്ടയ്ക്കൊക്കെ എവിടെ നിന്നൊക്കെ ഒപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പണിയാണ് ഇന്ന്. അപ്പം ഈ വീഡിയോയുടെ ലോങ് വീഡിയോ നമ്മൾ ചെയ്ത് വെച്ചത് മൊബൈലിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഷോർട്സ് ഒരു സ്ലോ മോഷനിലാണ് കാണിക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഫസ്റ്റിലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ വെണ്ടയ്ക്ക ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. കട്ട് ചെയ്ത് കളയുമ്പോൾ ഈ ഒരു ഷേപ്പാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഷേപ്പല്ല വേണ്ടത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ആ ഒരു തെള്ളി നിൽക്കുന്ന ഭാഗങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ഇങ്ങനെ ചെത്തിക്കളയാണ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പ് ഇതേപോലെ കിട്ടും. റൗണ്ട് ഷേപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ നോക്കിയാൽ അറിയാം വെണ്ടയ്ക്കയുടെ ഉള്ളിലൊരു പൂവിൻ്റെ ഷേപ്പ് കാണും. അപ്പോൾ രണ്ട് ഹോളിനെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഭാഗം കാണും. അവിടെ ഞാൻ ഈ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ക്ലോത്തിലോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഫ്ലവർ ഷേപ്പ് കിട്ടും. അപ്പോൾ ഞാനൊരു കേക്കിൻ്റെ ബോർഡ് എടുത്തിട്ട് അതിനുള്ളിലോട്ട് നമ്മുടെ ഷർട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ ദേവൻ്റെ ഷർട്ട് അതിനുള്ളിലോട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി സിമ്പിളായിരിക്കും. അതിനുശേഷം ഞാൻ ഇതേപോലെ തണ്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്രിലിക് പെയിൻറ്റിൻ്റെ ഗ്രീൻ ഉപയോഗിച്ചിട്ട് തണ്ട് വരച്ചു. അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പാറ്റേണിലോട്ട് അക്രിലിക് പെയിൻറ്റിൻ്റെ യെല്ലോ കളർ എടുത്തു. യെല്ലോ കളർ ബ്രഷിൽ തേച്ചിട്ട് അതിനുശേഷം നമ്മുടെ ആ ഒരു പാറ്റേണിൻ്റെ ഉള്ളിലോട്ട്, അതായത് ആ വെണ്ടയ്ക്കയുടെ ഡിസൈനിനുള്ളിലോട്ട് തേച്ചിട്ട് നമ്മുടെ ഉടുപ്പിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഫ്ലവർ ഷേപ്പ് കിട്ടും. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ വരയ്ക്കാൻ അറിയാവുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ഇതുപോലെ യെല്ലോയിൽ ഡിപ്പ് ചെയ്തിട്ട്, അപ്പോൾ ഞാനൊന്ന് ഊതി കൊടുക്കുന്നതിന് കാരണം ഒരുപാട് പെയിൻറ്റ് ആകുമ്പോൾ അത് പടർന്നിരിക്കും നമ്മുടെ ക്ലോത്തിൽ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഒന്ന് ഊതി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനോടൊപ്പം ഞാനൊരു ഷോർട്സ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയർ ഗ്രോത്തിനെ കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ഹെർബൽ ഓയിൽ എന്ന് പറയുന്നത്. ആദിവാസി ഭൃംഗമൂലിക ഹെയർ ഓയിൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു, ഇത് സെക്കൻഡ് ബോട്ടിലാണ്. അപ്പോൾ അത്രത്തോളം ബെനിഫിറ്റ് ഉള്ള ഒരെണ്ണമാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് കുറയ്ക്കാനും. അപ്പോൾ എനിക്ക് പ്രഗ്നൻസി സമയം കഴിഞ്ഞപ്പോൾ മുതൽ നല്ലപോലെ ഹെയർ ഫോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതോടെ നന്നായിട്ട് അതിനെല്ലാം നല്ല മാറ്റമുണ്ട്. അപ്പോൾ നോക്കിയാൽ അറിയാം കുറേ ബേബി ഹെയർസൊക്കെ എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഹെർബൽ ഓയിൽ നോക്കിയാൽ അറിയാം 120-ലധികം പച്ചമരുന്നുകൾ കൊണ്ട് തയ്യാറാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സൈഡ് എഫക്റ്റുകളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഫേക്കായിട്ടുള്ള പ്രോഡക്റ്റുകൾ മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതൊന്നും വാങ്ങിക്കാതെ ഇവരുടെ കറക്റ്റ് കോൺടാക്ട് നമ്പറും അതേപോലെ തന്നെ വെബ്സൈറ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം, അതിൽ നിന്ന് തന്നെ വാങ്ങിക്കുക. അപ്പോൾ ഇവർക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ വീണ്ടും നമ്മുടെ വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് ആ ഒരു ഫ്ലവർ ഡിസൈന് ആ തണ്ടിന് നേരെ എല്ലാം കൊടുത്തു. അതിനുശേഷം അതിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ആ ഫ്ലവറിനെയും തണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ വരകൾ കൊടുത്തു. പിന്നെ ആ തുമ്പത്ത് വരുമ്പോഴത്തേക്കിനും കുറച്ച് മുട്ടകൾ ബ്രഷ് കൊണ്ട് വരച്ചാണ് കൊടുത്തത്. അതിനുശേഷം വീണ്ടും ഞാൻ അതിൻ്റെ നടുക്കും അങ്ങനെ ഒരു കൊല പോലെ നിൽക്കുന്ന രീതിയിലാക്കാൻ വേണ്ടി നടുക്കുമൊക്കെ കുറച്ചും കൂടി ഫ്ലവേഴ്സ് കൊടുത്തു. പിന്നെ നന്നായിട്ട് ഉണങ്ങാൻ കാത്തിരുന്നു. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചപ്പോൾ ദേവൻ ഭയങ്കര തകൃതിയായിട്ടുള്ള കുറുമ്പാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഓക്കെ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഒരു ഷർട്ടൊക്കെ എടുത്തുകൊണ്ട് ആൾക്ക് ഫോട്ടോ എടുത്തായിരുന്നു വിഷുവിൻ്റെ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു ഷർട്ടിനേക്കാൾ ഞങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളുടെ ഉടുപ്പൊക്കെ ഇതേപോലെ അടിപൊളിയാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.